ഈ അടുത്തത് ഒരു പ്രതിഷേധത്തിൻ്റെ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. മലപ്പുറം തവനൂർ പഞ്ചായത്തിൻ്റെ മാലിന്യ സംഭരണ കേന്ദ്രം ജനവാസ മേഖലയിൽ സ്ഥാപിക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് വന്നു. ജനവാസ മേഖലയിൽ സംഭരണ കേന്ദ്രം സ്ഥാപിക്കരുത് എന്നാണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെ ആവശ്യം. തവനൂർ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിലെ മിനി സ്റ്റേഡിയത്തിലാണ് മാലിന്യ സംഭരണ കേന്ദ്രം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. തവനൂർ പഞ്ചായത്തിന്റെ മാലിന്യ സംഭരണ കേന്ദ്രം ഞാനിപ്പോഴുള്ള ഈ മിനി സ്റ്റേഡിയത്തിൽ നിർമ്മിക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. ഈ സ്റ്റേഡിയത്തിന് സമീപം ജനവാസ മേഖലയാണ്. ഒപ്പം തന്നെ അംഗൻവാടിയും മൃഗാശുപത്രിയുമുണ്ട്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് നാട്ടുകാർ ഇതിനെ എതിർക്കുന്നത്. മാലിന്യ സംഭരണ കേന്ദ്രം തവനൂർ പഞ്ചായത്തിൽ ആകെയുള്ള ഗ്രൗണ്ടിൽ സ്ഥാപിച്ചാൽ കളിസ്ഥലം നഷ്ടമാകുമെന്നാണ് നാട്ടുകാരുടെ പരാതി. കൂടാതെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടം കൂടിയാണിത്. ഇവിടെ മാലിന്യ സംഭരണ കേന്ദ്രം സ്ഥാപിച്ചാൽ അത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിൽ മേടിക്കുമ്പോൾ രജിസ്റ്ററിൽ നടന്നിങ്ങനെ മിനി സ്റ്റേഡിയം നടത്തിയിട്ടാണ്. ഇത് മാലിന്യം കൂമ്പാരം നടന്നിട്ടല്ല ഈ സ്ഥലം മേടിച്ചിട്ടുള്ളത്. മിനി സ്റ്റേഡിയത്തിനും വേണ്ടിയിട്ടാണ്, ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥലം മേടിച്ചിട്ടുള്ളത്. എൻ്റെ 4 സഹോദരന്മാരുടെ സ്ഥലമാണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ വിവരങ്ങളും നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ മാലിന്യം കുറഞ്ഞ് കൂട്ടാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടാണ്. പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ നാട്ടുകാർ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ സമരം നടത്തി. ഇവിടെ ഇതിന്റെ പിന്നിൽ ഒരുപാട് തൊഴിലാളികളുണ്ട്, ഒരുപാട് സ്ത്രീകൾ ഇത് കളക്ട് ചെയ്യാൻ വേണ്ടി നടക്കുന്നുണ്ട്. ഇതിനൊന്നും ഞങ്ങൾ എതിരല്ല. പഞ്ചായത്തിന്റെ ഒരു ഭരണത്തിനോ ഒരു ഭരണ സംവിധാനങ്ങൾക്കോ ഞങ്ങൾ എതിരല്ല. ജനകീയ സമിതി ആകെ പറയുന്നത് ഒന്ന് മാത്രമാണ്, ഞങ്ങളെ തവനൂർ പഞ്ചായത്തിന്റെ ഗ്രൗണ്ട് എന്നറിയപ്പെടുന്ന തവനൂർ 15-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ആ കളിഗ്രൗണ്ട്, അത് കളിഗ്രൗണ്ട് മാത്രമായിട്ട് കുട്ടികൾക്ക് കായികപരമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒതുങ്ങുന്ന രീതിയിൽ ഉൾപ്പെടുത്തുക. മാലിന്യ സംഭരണ കേന്ദ്രം സ്ഥാപിച്ചാൽ ഒരു തരത്തിലും ജനങ്ങളെ ബാധിക്കില്ലെന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ വിശദീകരണം. അജൈവ മാലിന്യ സംസ്കരണ രംഗത്ത് തവനൂർ ഗ്രാമപഞ്ചായത്ത് വളരെ നല്ല രീതിയിലുള്ള മുന്നേറ്റമാണ് നടത്തുന്നത്. അതിനെ തടസ്സപ്പെടുത്താൻ ഇതിന് കൃത്യമായിട്ട് ഇതിൻ്റെ ബാക്കിലൊരു രാഷ്ട്രീയം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മൾ കൃത്യമായിട്ട് ആളുകൾ, അവിടുത്തെ പ്രദേശവാസികൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു MCF അവിടെ തുടങ്ങാൻ പോകുന്നത്. ഗ്രൗണ്ടിൽ മാലിന്യ സംഭരണ കേന്ദ്രം സ്ഥാപിക്കുന്നതിൽ നിന്ന് പഞ്ചായത്ത് പിന്മാറിയില്ലെങ്കിൽ സമരം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം. മാലിന്യ സംഭരണ കേന്ദ്രത്തിനോ നാടിന്റെ വികസനത്തിനോ ഇവിടുത്തുകാർ ആരും തന്നെ എതിരല്ല. ഒറ്റ ആവശ്യം മാത്രമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ജനവാസ മേഖലയിൽ ഈ സംഭരണ കേന്ദ്രം സ്ഥാപിക്കരുത് എന്ന് മാത്രം. സമീർ ബിൻ കരീം, 24, തിരൂർ. പൊതുജനം കഴുതയല്ല സാർ. ഗ്രൗണ്ടിൽ മാലിന്യ സംഭരണ കേന്ദ്രം സ്ഥാപിക്കുന്നതിൽ നിന്ന് പഞ്ചായത്ത് പിന്മാറിയില്ലെങ്കിൽ സമരം തുടരാനാണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെ തീരുമാനം. അവർ ഇങ്ങനെ പ്രതികരിക്കുകയായിരുന്നു. കുട്ടികൾക്ക് കളിക്കുന്ന പഞ്ചായത്തിലെ ഏക ഗ്രൗണ്ടാണിത്. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ടിന്റെ ചുറ്റുഭാഗത്തും വളരെയധികം 100-ലധികം വീടുകളിൽ ജനങ്ങൾ താമസിക്കുകയാണ്. ആ സ്ഥലത്തേക്കാണ് നിലവിൽ പഞ്ചായത്ത് ഇത്തരത്തിൽ വലിയ രീതിയിൽ മാലിന്യം ശേഖരിക്കാൻ 4000 സ്ക്വയർ ഫീറ്റ് വരുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റ് കൊണ്ടുവരുന്നത്. 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വർക്ക് തുടങ്ങുന്നുള്ളതാണ് നമ്മുടെ അടുത്ത് അവർ പറയുകയുണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ പ്രശ്നം കണ്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഇത് ജീവന് ഭീഷണിയാണ്, ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഭീഷണിയാണെന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ എന്തായാലും ഈ പദ്ധതി അവിടെ നടപ്പിലാക്കുന്നുള്ള ഒരു ധാർഷ്ട്യമായ തീരുമാനമാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും നമുക്കുണ്ടായത്. പ്രശ്നം മാലിന്യം അവിടെ ഇടാൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അവർ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടോട്ടെ. ഞങ്ങളെ കുട്ടികളെ അവിടെ വളർന്ന് കളിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റില്ല. അതിന് ഞങ്ങൾ എതിർക്കും. പഞ്ചായത്തിൻ്റെ കീഴിൽ തന്നെ നിരവധി സ്ഥലത്ത് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുവരാതെ ഈ ജനവാസ മേഖലയിൽ ഇത് വരുന്നതിനോട് മാത്രമേ ഞങ്ങൾക്ക് എതിർപ്പുള്ളൂ. അല്ലാതെ ഈ MCFനോടോ ഹരിതകർമ്മസേനയോടോ ഒരു എതിർപ്പും ഞങ്ങൾക്കില്ല. തവനൂർ പഞ്ചായത്ത് 15-ാം വാർഡിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ MCFൽ അവിടുത്തെ പ്രദേശവാസികൾക്ക് പരാതിയും ആശങ്കയും ഉള്ളതുകൊണ്ട് ഞാൻ അവരുടെ ജനങ്ങൾക്കൊപ്പം നിൽക്കും. ഇതിനെതിരെ ഞാൻ പറയും ചെയ്യും. അവർക്കൊപ്പം ഞാൻ നിൽക്കും. ഉണ്ണി കാർത്തികേയൻ്റെ യൂട്യൂബ് സന്ദേശം അദ്ദേഹം പറയുന്ന വാർത്തകൾ കൂടുന്നത് കൊണ്ടായിരിക്കാം ഇന്നത്തെ ദിവസം ഞങ്ങൾ അയക്കുന്ന മെസ്സേജുകൾ SKN വായിക്കാത്തത്. തീർച്ചയായിട്ടും താങ്കൾക്ക് കാര്യം മനസ്സിലായി. യു സെഡ് ഇറ്റ്.